ഹലോ എവരിവൺ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു എക്സാമിനെ കുറിച്ചാണ്. ഏതാണ് എക്സാം? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും MVD എന്നുള്ളൊരു പേര് പല രീതിയിൽ പലതരത്തിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. അപ്പോൾ MVD ഒരു ഉദ്യോഗസ്ഥനാകുവാൻ, ഒരു ഇൻസ്പെക്ടർ ആകുവാൻ എന്ത് ചെയ്യണം? പോലീസ് പോലെ യൂണിഫോം ഉള്ളൊരു ജോലിയാണ്. എന്നാൽ പോലീസിൻ്റെ അത്ര ശാരീരികക്ഷമതയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഡിഫിക്കൽട്ടി ലെവലോ ഇല്ലാത്തൊരു എക്സാമാണ് നമ്മുടെ MVD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVI എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിലേക്ക് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് എക്സാമിൻ്റെ സിലബസ്? എങ്ങനെ പഠിക്കണം? എവിടെ നിന്ന് പഠിക്കണം? ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എക്സാം നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കേരള PSC വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യമേ പറയുന്നുണ്ട്, ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ എക്സാം എഴുതാൻ എലിജിബിൾ അല്ല. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 45,000 മുതൽ 95,000 വരെയുള്ള ഒരു വലിയൊരു സാലറി സ്കെയിലാണ് ലഭിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർക്കണം, ഗ്രാജുവേറ്റ് അല്ലാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന പക്ഷേ ഡിഗ്രി ലെവൽ ശമ്പളം കിട്ടുന്ന ഒരു എക്സാം കൂടെയാണ് ഇത് നമ്മുടെ AMVI എന്ന് പറയുന്നത്. സോ 45,600 തൊട്ട് 95,600 വരെ എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 56,000 മുകളിൽ ഇൻഹാൻസ് സാലറി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ എക്സാം എഴുതി ജോലിയിൽ പ്രവേശിച്ചാൽ സ്റ്റാർട്ടിംഗ് സാലറി ഒരു മാസം 56,000 മണ്ടയിലോട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് ഈ സിലബസും അതുപോലെ തന്നെ ഓവർവ്യൂ ഒക്കെ പറയുന്നത് കഴിഞ്ഞ 2023 നടന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സിലബസ് ഡിസ്കഷൻ ഇവിടെ നടത്തുന്നത്. സോ ആർക്കൊക്കെ എക്സാം എഴുതാമെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എക്സാം എഴുതാം. 21 മുതൽ 36 വയസ്സുള്ള ഒരാൾക്ക്, അതായത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു 7-8 മാസത്തോളം പഠിക്കാൻ സമയം കിട്ടും. സോ അത്യാവശ്യം വിചാരിച്ചാൽ എഴുതിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സാം തന്നെയാണ് AMVI എന്ന് പറയുന്നത്. അധികം പാടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം പോലെ, അതായത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം പോലെ അത്രയ്ക്ക് ഡിഫിക്കൽട്ടി ലെവൽ ഇല്ലാത്ത ഒരു എക്സാമാണ് നമ്മുടെ AMVI എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ വേക്കൻസീസ് 30 പറഞ്ഞിരുന്നെങ്കിലും 2024 മെയ് വരെ അഡ്വൈസസ് പോയിട്ടുണ്ട്. മൊത്തം 95ഓളം അഡ്വൈസാണ് കഴിഞ്ഞ എക്സാം വഴി പോയത്. മൊത്തം 95 വേക്കൻസിയോളം അഡ്വൈസോളം കഴിഞ്ഞ എക്സാം എഴുതിയിട്ട് ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അതിനു മുമ്പ് 2015-16 എക്സാം നടത്തുന്ന സമയത്ത് ഏകദേശം 2020 വരെ എന്തോ അഡ്വൈസ് പോയിട്ടുണ്ട്. ആ 2020 വരെ പോയ അഡ്വൈസിൽ ഏകദേശം 300-ൽ കൂടുതൽ ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇനിയും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്യാമറാസ് വരുന്നു, പുതിയ നിയമങ്ങൾ വരുന്നു, പല ഡിപ്പാർട്ട്മെന്റ്സും പല ഇനിഷ്യേറ്റീവ്സും വരുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്താണെങ്കിലും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ പോസ്റ്റുകൾ കൂടുന്നല്ലാതെ കുറയാൻ ഒരു ചാൻസും ഇല്ല. എന്താണെങ്കിലും കൂടാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. കാര്യം അത്രമാത്രം ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ വാർത്തകളിലും ന്യൂസ് പേപ്പറിലും ഇൻസ്റ്റയിലും എല്ലാം നിങ്ങൾ കാണുന്ന സംഭവമാണ്. സോ എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സാമാണ് നമ്മുടെ PSC നടത്തുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും 21 മുതൽ 36 വയസ്സ് വരെ ഇടയിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാം. യൂണിഫോം അണിയാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലോട്ട് പോവാം. ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 തരം ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ആദ്യമായിട്ട് എന്തായാലും SSLC അല്ലെങ്കിൽ ഇക്വലന്റ് പാസ്സായിരിക്കണം. SSLC ഒരു ഇക്വലന്റ് എന്ന് പറയുന്നത് SSLCയോ THSLCയോ
അതുപോലെ നമ്മുടെ CBSE 10th ICSE 10th അതുപോലുള്ള എക്സാംസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഏതിലാ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ എന്തുണ്ടായിരിക്കണം? നമുക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒന്നുകിൽ കേരള സ്റ്റേറ്റിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യയിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഉള്ള എന്താണ് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഇത് രണ്ടുമുള്ള ആൾക്കാർക്ക് ഡിഗ്രി വേണ്ട, ബിടെക് വേണ്ട, ഇത് രണ്ടും ഉള്ള SSLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കുക, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തായിരിക്കുക ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കുക, ഓട്ടോമൊബൈലിലോ മെക്കാനിക്കലിലോ. അങ്ങനെയുള്ളവർക്ക് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് ഡിഗ്രി ലെവൽ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ ബിടെക്കിൻ്റെ കാര്യം ഓക്കെ, വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇതെന്താണ്, ഡിപ്ലോമ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ ഡിപ്ലോമ ഇല്ല, സാധാരണ ലെവലിൽ എന്താണ് ഡിപ്ലോമ പ്ലസ്, അതായത് ബിടെക്കോ എംടെക്കോ ഉള്ള ആൾക്കാർക്കും, ഏതിലാ ബിടെക്കോ എംടെക്കോ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ബിടെക്കോ എംടെക്കോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ ഇല്ലാതെ ബിടെക് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബിടെക് ഉള്ള ആൾക്കാർക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം യോഗ്യത എന്ന് പറയുന്നതാണ് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമ എന്ന് പറയുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കുക. ഒരു ഹെവി ലൈസൻസ്, നമ്മുടെ ബസ്സും ലോറിയൊക്കെ ഓട്ടിക്കാൻ പറ്റുന്ന ലൈസൻസ് അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു റിക്വയർമെൻ്റ് ആണ്. സോ എന്താണ് വേറൊരു കാര്യം, ഒരു സ്പെഷ്യലായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെലക്ഷൻ ക്രൈറ്റീരിയ നടക്കുന്ന സമയത്ത്, അതായത് ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ OMR എക്സാം, നമ്മുടെ റിട്ടൺ എക്സാം OMR എക്സാം നടക്കുന്ന സമയത്തോ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടക്കുന്ന സമയത്തോ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്തോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഹെവി ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവാൻ പാടില്ല എന്നവരെടുത്ത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സ്പയർ ആവുകയോ മറ്റേതെങ്കിലും തരത്തിൽ എന്താണ് ഡിസ്മിസ് ആവുകയോ ഒക്കെ ചെയ്ത് എന്ത് പറ്റും, നമ്മുടെ ആപ്ലിക്കേഷൻ വാലിഡ് അല്ലാതെയാകും. സോ ഡ്രൈവിംഗ് ലൈസൻസ് ഈ എക്സാം എഴുതുന്ന സമയത്ത്, അതിൻ്റെ ടെസ്റ്റ് വരുന്ന സമയത്ത്, അതിന് ശേഷമുള്ള സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സിസ്റ്റ് ചെയ്യണം, അത് വാലിഡ് ആയിരിക്കണം. ഓക്കെ, ഇനി സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാം കഴിഞ്ഞ 2023 ചോദ്യപേപ്പർ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും, ഒരൊറ്റ ന്യൂമറിക്കൽ പ്രോബ്ലം പോലും ചോദിക്കാത്ത പേപ്പറായിരുന്നു നമ്മുടെ AMVAയുടെ പേപ്പർ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പേപ്പറായിരുന്നു. അത്യാവശ്യം പഠിച്ച നല്ല മാർക്ക് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 73 എന്തോ ആയിരുന്നു കട്ട് ഓഫ് എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഹൈലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു AMVAക്ക് കഴിഞ്ഞ 2023 ചോദിച്ചത്. ചിലപ്പോൾ ഇത്തവണ പാടായിക്കൂടാന്നില്ല, ചിലപ്പം പാടാവാതിരിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം നമുക്ക് മസ്റ്റായിട്ട് ഷുവറായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാം ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഗേറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള PSUസിൻ്റെ എക്സാംസോ പോലെ തന്നെ അത്രയും ഡിഫിക്കൽട്ടുള്ള ഒരു എക്സാം ആയിരിക്കില്ല AMVAയുടേതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഏകദേശം 11,000 പേരാണ് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തത്. ഇത്തവണ ചിലപ്പോൾ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടാതിരിക്കാം. ഈ വരുന്ന മെയ് 30 2026 എന്താണ് AMVAയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പഠിക്കാൻ പറ്റും. ബാക്കിയുള്ള എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ AMVAയുടെ എക്സാം അത്രമാത്രം ഡിഫിക്കൽട്ട് അല്ല. എളുപ്പമൊന്നും തീർത്ത് ഞാൻ പറയുന്നില്ല, പാടാവാം, ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കാം. പക്ഷേ ബാക്കിയുള്ള എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ന് നിസ്സംശയം പറയാം, ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 3 സെക്ഷനാണ്. ഒന്ന് മെക്കാനിക്കൽ സബ്ജക്ട്സ് ആണ്. മെക്കാനിക്കൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡ്സ് വരും, സോളിഡ്സ് വരും, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരും, ഫ്ലൂയിഡ് മെക്കാനിക്സ് വരും, അതുപോലെ തന്നെ തിയറി ഓഫ് മെഷീൻസ് വരാം, ഡിസൈൻ എഞ്ചിനീയറിംഗ് വരാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് പിന്നെ ഉള്ളത് ഓട്ടോമൊബൈൽ സബ്ജക്ട്സ് ആണ്. നമ്മൾ ബിടെക്കിൽ മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഡിപ്ലോമയിൽ
പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് ഒരു എലക്റ്റീവ് ആയിരിക്കും. അത് എല്ലാവരും പഠിക്കുന്ന നിർബന്ധമില്ല. സോ അത് എലക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മിക്ക ആൾക്കാർക്ക് ഓട്ടോമൊബൈൽ നോളജ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും ഓട്ടോമൊബൈലിൽ പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ബിടെക്കിലോ ഡിപ്ലോമയിലോ പഠിക്കുന്ന ആൾക്കാർക്ക് മെക്കാനിക്കൽ സബ്ജക്ട്സിൽ എത്രമാത്രം അറിവുണ്ടെന്നുള്ളത് ഒരു സംശയമാണ്. അത് എന്താണ്, അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും അവർക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ എന്തായാലും മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമൊബൈൽ സബ്ജക്ട്സ് ഒട്ടുമേ അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇലക്റ്റീവ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പഠിക്കാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ബിടെക് അനുസരിച്ച്. സോ അതിന് ശേഷമുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്താണ്, ടാക്സേഷൻ എങ്ങനെയൊക്കെയാണ്, ഫൈൻ എങ്ങനെയാണ്, പെനൽറ്റീസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള സംഭവമാണ്. നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഏതിൽ പഠിക്കാനുള്ളത്, നമ്മുടെ അവസാനത്തെ 20 മാർക്കിലുള്ളത്. സോ ഇത് മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് എക്സാമിനെ തരംതിരിക്കാം. പാർട്ട് എയിൽ 40 മാർക്ക് മെക്കാനിക്കൽ സബ്ജക്ട്സും, പാർട്ട് ബിയിൽ 40 മാർക്ക് ഓട്ടോമൊബൈൽ സബ്ജക്ട്സും, പാർട്ട് സിയിൽ 20 മാർക്ക് ഡ്രൈവിംഗ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ സിനിമകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓരോ ഇൻസ്പെക്ടറിൻ്റെ അടുത്തൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ ഇത് ഈ സെക്ഷനാണ്, ഈ സെക്ഷൻ അനുസരിച്ച് ഇത്രമാത്രം ശിക്ഷയുണ്ട്, ഇത്രമാത്രം ശിക്ഷാ കാലാവധി ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഇൻസ്പെക്ടറിന് പറയാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. സോ ഇനി ഓട്ടോമൊബൈൽ സബ്ജക്ട്സ് മെക്കാനിക്കൽ സബ്ജക്ട്സിൻ്റെ അത്ര തിയററ്റിക്കലി അല്ലെങ്കിൽ അത്രമാത്രം മാത്തമാറ്റിക്കൽ പാർട്ട് വരുന്ന സബ്ജക്റ്റ് അല്ല ഇതിൻ്റെ കേസിൽ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കേസിൽ. സോ പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ തിയറി ആയിട്ട് ബുക്കിഷായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ നല്ല റിയൽ ടൈം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങളുടെ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഒരു വർക്ക്ഷോപ്പിൽ പോയി നോക്കുകയോ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യം ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. സോ ഈ മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമൊബൈൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയ സിലബസ് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ് ഓട്ടോമൊബൈൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈവിംഗ് ആൻഡ് MV ആക്ട് ഇത് ആദ്യമേ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ച് തുടങ്ങണം. അതായത് ഏറ്റവും കൂടുതൽ മറക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മളത് കുറേ നമ്പേഴ്സ് കാണാതെ പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ ഇത് പഠിക്കുന്ന പോലെ ലൈക്ക് ഈ ആക്ട് 1988 ആണ്, സെക്ഷൻ 237 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കും. ഫൈൻ 500 രൂപയാണ്, ഈ ഒരു സെക്ഷൻ വരെ ഇപ്പോൾ ഫൈൻ 250 രൂപയാണ്. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പഠിക്കുമ്പോൾ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാ ദിവസവും ഈ ഒരു ആക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ വീണ്ടും റീകോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതുകയും ചെയ്യാം. ഒരിക്കലും നമ്മൾ 20 മാർക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാർട്ട് കളയരുത്. നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ മോർത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് നല്ലൊരു അധ്യാപകൻ്റെ കീഴിൽ, നിയമം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ കീഴിലിരുന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിത്യജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സംഭവം പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്നത് നമ്മുടെ കോർ സബ്ജക്ട്സിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഓക്കെ, കോർ സബ്ജക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി വേറൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മാസ് പറയാം, സ്പെസിഫിക് വോളിയം പറയാം, സ്പെസിഫിക് ഡെൻസിറ്റി പറയാം, വിസ്കോസിറ്റി പറയാം, ഡൈനാമിക് വിസ്കോസിറ്റി പറയാം. അങ്ങനെ പല സാധനങ്ങൾ നമ്മുടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ന്യൂട്ടോണിയം ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ്, നോൺ ന്യൂട്ടോണിയം ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ്, ഓക്കെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ്, ഇതൊക്കെയുള്ള ടോപ്പിക്സ് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ MVDയുടെ പേപ്പർ നോക്കുന്ന സമയത്ത്, AMVAയുടെ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം തന്നെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് പറ്റും? വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുമോ, വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ സാധനം നമ്മൾ നമ്മുടെ 9ാമത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ 9ാമത്തെ ക്ലാസ്സിൽ ഫിസിക്സ് തൊട്ട് പഠിക്കുന്നൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. നിങ്ങൾ ഈ വിചാരിക്കുന്ന അത്ര അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന അത്ര പാടുള്ള ചോദ്യം ആയിരിക്കും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ചോദിക്കാം. എന്താണ് ഇലാസ്റ്റിക് മോഡുലസ് എന്ന ചോദ്യം ചോദിക്കാം, യങ്സ് മോഡുലസ് എന്താണെന്ന് ചോദിക്കാം. ഇതൊക്കെ ഡയറക്റ്റ് ആൻസേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ
2-3 ചോദ്യം മാത്രം എടുത്ത് നോക്കിയിട്ട് അയ്യോ ഓക്കെ ഇതൊക്കെ ഭയങ്കര ഈസിയാണ്, അതുകൊണ്ട് നമുക്ക് എന്താ ഈസി ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സാം ഈസി ആണെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കും എക്സാം ഈസി ആവും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. സോ കൃത്യമായിട്ട് എക്സാം എത്രത്തോളം ഈസി ആകുന്നു അത്രത്തോളം കട്ട് ഓഫും കൂടും, അത്രത്തോളം ആൾക്കാർക്ക് സ്കോറും കിട്ടും എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാമാണ് ഏതെന്ന് പറയുന്നത് AMVA എന്ന് പറയുന്നത്. സോ രണ്ടാമത് പ്രഷർ മെഷർമെൻ്റ് ആണ്. മെക്കാനിക്കൽ ഗേജസ്, ഓക്കെ, ബർഡൻ ഗേജസ്, പല കാര്യങ്ങളും, ഓക്കെ, ബെല്ലി, പല കാര്യങ്ങൾ വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഗേജസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ വഴി പല ഗേജസും ഉണ്ട്. നമുക്കിവിടെ പക്ഷെ അത്രയൊന്നും പഠിക്കാനില്ല. ലൈക്ക് എന്താ സാധാരണ പ്രഷർ മെഷർമെൻറ്റ് എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, ഗേജ് പ്രഷർ എന്താണ്, ഗേജ് പ്രഷർ എങ്ങനെ അളക്കും, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവെർട്ടഡ് മാനോമീറ്റർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് വെച്ചിട്ട് എങ്ങനെ പ്രഷർ അളക്കുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസും ചിലപ്പം ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പം ചോദിക്കാം. കാരണം 100 മാർക്കിനാണ് എക്സാം, ഏകദേശം 1.5 മണിക്കൂർ സമയം എന്തേ. സോ 100 മാർക്കിനുള്ള എക്സാം ആണ്. സോ എന്താണ് വലിയ പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് പൊതുവെ കുറവാണ്. സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്, പക്ഷേ ലോജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല, നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻ, ഓക്കെ, ഫ്ലോ ടൈപ്സ് എന്താണ്, സ്റ്റഡി ഫ്ലോ, നോൺ സ്റ്റഡി ഫ്ലോ എന്താണ്, അൺസ്റ്റഡി ഫ്ലോ എന്താണ്, ടർബുലന്റ് ഫ്ലോ എന്താണ്, ലാമിനർ ഫ്ലോ എന്താണ്, അതുപോലെ തന്നെ മേജർ ലോസ് എന്താണ്, മൈനർ ലോസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലോ ടൈപ്സ് അല്ലെങ്കിൽ പൈപ്പ് ഫ്ലോയിൽ പഠിക്കാനുള്ളത്. സ്ട്രീം ലൈൻ എന്താണ്, പാത്ത് ലൈൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ഉള്ളത് പമ്പ്സ് ആൻഡ് ടർബൈൻസ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, കാപ്ലാൻ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, പെൽട്ടൺ ടർബൈൻ, അതുപോലുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വെലോസിറ്റി ട്രയാങ്കിൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. അത് ഇപ്പോഴും പറയുന്നു, വലിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. കാര്യം എന്താണ്, 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, സമയം വളരെ കുറവാണ്. സോ നിങ്ങളുടെ സ്പീഡ് എത്രമാത്രമാണ്, നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ സ്പീഡിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു, എത്രമാത്രം സ്പീഡിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ മാറ്റർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഹൈഡ്രോളിക് ഓയിൽസ് ഒക്കെ ആണെങ്കിലും എന്താ, നമുക്ക് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഹൈഡ്രോളിക് ഓയിൽസിലും കാര്യങ്ങളൊക്കെ. ഈ ഫ്ലൂയിഡ്സ് പഠിക്കുന്നത് നമ്മുടെ ഓട്ടോമൊബൈലിന് എന്താ ബന്ധമുള്ള കാര്യങ്ങളാണ്, എങ്ങനൊരു ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ ഈ ഒരു മെക്കാനിക്കൽ സബ്ജക്റ്റിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ പഠിക്കുന്നത്. പിന്നെ തെർമൽ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് നമ്മൾ ഓർക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ തെർമോഡൈനാമിക്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. എന്തൊക്കെയാണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ എന്താ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, തെർമോഡൈനാമിക് പ്രോസസ്സ് എന്തൊക്കെയാണ്, ഐസോട്രോപിക് പ്രോസസ്സ്, ഐസെന്താൽപിക് പ്രോസസ്സ്, അതുപോലുള്ള കുറച്ച് പോളിട്രോപിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, അതിൻ്റെയൊക്കെ വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. അതിനുശേഷം എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്തൊക്കെയാണ്, ഓട്ടോ സൈക്കിൾ എന്താണ്, ഡീസൽ സൈക്കിൾ എന്താണ്, പെട്രോൾ സൈക്കിൾ എന്താണ്, ഡുവൽ സൈക്കിൾ എന്താണ്, അതുപോലെ തന്നെ ജൂൾ സൈക്കിൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കുന്നത്. അതിനുശേഷം IC എൻജിൻസ് ആണ്. IC എൻജിൻസ് വരുന്നത് വലിയ സംഭവമൊന്നുമല്ല, ലൈക്ക് 2 സ്ട്രോക്ക് എൻജിൻ എന്താണ്, 4 സ്ട്രോക്ക് എൻജിൻ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ IC എൻജിൻ വർക്കിംഗ് എങ്ങനെയാണ്, പെർഫോമൻസ് പാരാമീറ്റർ എന്തൊക്കെയാണ്, മീൻ പ്രഷർ എന്തൊക്കെയാണ്, ഓക്കെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഉണ്ട്, IC എൻജിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്, മോസ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ എങ്ങനെയാണ് പവർ ടെസ്റ്റ് ചെയ്യുന്നത്, പവർ നോക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഫ്യൂവൽ കൺസപ്ഷൻ, SFC, TFC എന്നൊക്കെ പറയുന്നത്, അതൊക്കെയാണ് എന്തിൽ പഠിക്കുന്നത്, നമ്മൾ IC എഞ്ചിൻസിൽ പഠിക്കുന്നത്. അതും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചെറിയ ടോപ്പിക്സ് ആണല്ല. പിന്നെ കംപ്രസേഴ്സ്, ഓക്കെ, ഇത് അത്യാവശ്യം ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റേജ് കംപ്രസർ എന്താണ്, മൾട്ടി സ്റ്റേജ് കംപ്രസർ എന്താണ്, ആക്സിൽ കംപ്രസർ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ടോപ്പിക്ക്. പക്ഷേ എന്താണ് ഇപ്പോഴും പറയുന്നു, എക്സാം എന്ന് പറയുന്നത് വളരെ പാടുള്ള എക്സാം ഒന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇക്വേഷൻസ് പഠിച്ച് വെക്കുക, വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ച് വെക്കുക. ഡയറക്റ്റ് ചോദ്യം മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇൻ കേസ് പാടുള്ള ചോദ്യം വന്നാലും അത് 1, 2, 3, 4 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മാക്സിമം എഫർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ് നമ്മുടെ തെർമൽ എഞ്ചിൻ മെക്കാനിക്കൽ പാർട്ടിൽ നിന്നുള്ളത്. ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, വളരെ ഡീപ്പായിട്ടുള്ള സിലബസ് അല്ല. ഒരു കാര്യം ഓർക്കുക, ഇത് ഡിപ്ലോമക്കാർക്കും കൂടെ വേണ്ടിയുള്ള എക്സാം ആണ്. സോ ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് ഓർക്കുക. സോ എന്താണ്,
മെക്കാനിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവൽ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും എന്താണ് 2 പേർക്കൂടെ കോമൺ ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ്. സോ ഹീറ്റ് ട്രാൻസ്ഫറിനകത്തുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസ് നോക്കിയിട്ട് അയ്യോ ഇത്രയും കാര്യങ്ങളുണ്ട്, സോ ഇതിനേക്കാളും ഡീപ്പായിട്ട് ചോദിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്താണ് ഒരു ബേസ് ലെവൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ ലെവലിലായിരിക്കും എന്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. സോ ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, എന്താണ് കണ്ടക്ഷൻ, എന്താണ് റേഡിയേഷൻ, എന്താണ് കൺവെക്ഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കണ്ടക്ഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിൽ ചോദിക്കുന്നത്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്? സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സിമ്പിൾ സ്ട്രെയിൻ, എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ, എന്താണ് വോളിമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അതൊക്കെയാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനകത്ത്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനകത്ത് വരുന്നത്. യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്, E σ/ε. യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്, ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്, ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെയുള്ള, ഷിയർ മോഡുലസ് എന്താണ്, പോയിസൺസ് റേഷ്യോ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്തുള്ളത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്ത് ചോദിക്കുന്നത്. പിന്നെ ഉള്ളത് ഫ്രിക്ഷൻ, 2 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫ്രിക്ഷനും ഫോഴ്സ് ഉണ്ടാകുമ്പോഴുള്ള കാര്യങ്ങൾ ലൈക്ക് എന്താ ഒരു വലിയ പാടൊന്നുമില്ല, ഫ്രിക്ഷനെ കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാര്യം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റുള്ളൂ, ബ്രേക്സ് ഒക്കെ പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. എന്താണ് ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യുന്നു, ഫ്രിക്ഷൻ കൂട്ടാൻ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഫ്രിക്ഷൻ്റെ കാരണം എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താ വരുന്നത് ഫ്രിക്ഷൻ്റെ ടോപ്പിക്കിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബീംസ്. ഓക്കെ, അത് ഡിപ്ലോമ ലെവൽ എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബീംസ്, ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൊമെന്റ് എന്താണ്, SFD BMD ഒക്കെ വരയ്ക്കാനും അതെങ്ങനെ കണ്ട് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഇക്വേഷൻസും, അതും കാൻഡിലിവർ ബീം, എന്താണ് ഒരു കാൻഡിലിവർ ബീമും അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതുപോലുള്ള ഈ 2 ടൈപ്പ് ബീമാണ് കഴിഞ്ഞ വർഷത്തെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്. അതിനകത്തുള്ള സിമ്പിൾ ഇക്വേഷൻസും സിമ്പിൾ ലോഡിങ്ങും UDL അതുപോലെ തന്നെ എന്താണ് സിമ്പിൾ ലോഡിങ്, പോയിന്റ് ലോഡിംഗ് ഒക്കെ ബന്ധപ്പെട്ട് അത് മാത്രമേ ചോദിക്കാറുള്ളൂ ബീംസിൻ്റെ കേസിൽ. അത്രയും ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈസി എന്ന് പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഈസി ആവുള്ളൂ, അല്ല പേരുകൾ അറിഞ്ഞുകൊണ്ട് മാത്രം ഈസി ആവില്ല. സോ എല്ലാം ഭയങ്കര ഈസിയാണ് എന്ന് മാത്രം വിചാരിക്കരുത്. പഠിക്കാൻ വേണ്ടി എന്നാൽ മനസ്സുണ്ടാക്കിയെടുത്താൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാം, ഇപ്പോഴും പറയുന്നത് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ് AMVA എന്ന് പറയുന്നത്. പിന്നെ റിവെറ്റ് ആൻഡ് വെൽഡഡ് ജോയിൻസ്, ഇതും നമ്മുടെ റിവെറ്റ്സ് ആൻഡ് വെൽഡഡ് ജോയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ എലമെന്റ്സിനകത്തുള്ള ബെയറിങ്സ്, ഗിയേഴ്സ് അല്ല ബെയറിങ്സ്. ഓക്കെ, ബെയറിങ്സ്. ഇവിടെ റിവെറ്റ് ആൻഡ് വെൽഡിംഗ് ജോയിൻസിന് കൂടെ സ്പ്രിങ്സ് എന്നൊരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്നു സ്പ്രിങ്സ് എന്താണ്, സ്പ്രിംഗ് ഇൻഡെക്സ് എന്താണ്, ഡിഫ്ലക്ഷൻ എന്താണ്, സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഡിസൈൻ്റെ പാർട്ടാണ്. റിവിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, റിവിറ്റ് ജോയിൻസ് എന്തൊക്കെയാണ്, ലാബ് ജോയിന്റ്, ബഡ് ജോയിന്റ്, ഫില്ലറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് നമ്മൾ ഏതിനകത്ത് വരുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മുടെ മൊഡ്യൂൾ 3 വരുന്നത്. പിന്നെ മെഷീൻ എലമെന്റ്സ് ആൻഡ് ബോയിലേഴ്സിലെ ബോയിലർ എന്ന് പറഞ്ഞ പാർട്ട് നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിൽ തന്നെയുള്ള ഒരു പാർട്ടാണ്. എന്താണ് ബോയിലേഴ്സ്, ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ മൗണ്ടിങ്സും ആക്സസറീസും ബോയിലറിൻ്റെ എന്തൊക്കെ മൗണ്ടിങ്സ് ഉണ്ട്, എന്തൊക്കെ ആക്സസറീസ് ഉള്ളതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ഇപ്പോൾ വിൻസെൻ്റ് ബോയിലർ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ എന്താ ബോയിലേഴ്സിൽ പഠിക്കാനുണ്ട്. അത് ഇത്തിരി വാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം പഠിക്കാനുള്ള തിയറിറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബോയിലേഴ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ ബിയറിങ്സ് ആണെങ്കിലും ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് അതുപോലുള്ള കാര്യങ്ങൾ, ജേണൽ ബിയറിംഗ്, അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബിയറിങ്സിൽ പഠിക്കാനുള്ളത്. അതും ബിടെക്കിൽ പഠിക്കുന്ന പോലെ ഡിസൈൻ അല്ല അവിടെ പഠിക്കാൻ വരുന്നത്. അതോട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ കൺസെപ്റ്റ്സും ജനറൽ ഇക്വേഷൻസും മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഒരു ബിയറിംഗ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സാമിന് ചോദിക്കാറില്ല. ഒരു നമ്മുടെ ഒരു ടെക്നിക്കൽ എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. സോ അടുത്ത് ഗവർണേഴ്സ് എന്ന് പറയുന്നത് സ്പീഡ് ഗവർണേഴ്സ്, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ, ഗവർണറിന്റെ സ്പീഡ് എന്താണ്, ഇക്വിലിബ്രിയം സ്പീഡ് എന്താണ്, ഹൈറ്റ് ഓഫ് എ സ്ലീവ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് എന്താണ് ഗവർണേഴ്സിൽ പഠിക്കാനുള്ളത്.
സോ ഗവർണേഴ്സും ഫ്ലൈ വീൽസും രണ്ടും പഠിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര ഈസി ആയിട്ടുള്ള, അതായത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ടോം എന്ന് പറയുന്ന വിഷയത്തിൽ തിയറി ഓഫ് മെഷീൻസിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഗവർണേഴ്സും ഫ്ലൈ വീൽസും എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ MBA കഴിഞ്ഞ വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നുള്ളത് ഗിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ്, അതും ടൈപ്പ് ഓഫ് ഗിയേഴ്സ്, സ്പർ ഗിയറിന്റെ നോമൻക്ലേച്ചറും ഗിയർ ട്രെയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു കുറച്ച് കീവേഡ്സ്, വളരെ ചെറിയൊരു കീവേഡ്സ് തന്നെയാണ് എന്താണ് സിലബസിനകത്തുള്ളത്. സോ അതിനുശേഷമുള്ളത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ സയൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസം ഒന്നുമില്ല, പകരം ഉള്ളത് എന്താ, സ്റ്റീൽ എന്താണ്, ടൈപ്പ് ഓഫ് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ എന്നൊക്കെ പറയുന്നല്ലോ. സ്റ്റീൽസ്, ടൈപ്പ് ഓഫ് സ്റ്റീൽസ്, അതിൻ്റെ കമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ്, കാസ്റ്റ് അയൺ എന്താണ്, അതുപോലെ അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കുറച്ച് പിഗ് അയൺ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസിൽ പഠിക്കുന്നത്. പിന്നെ അലോയ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് എന്തുള്ളത് മെറ്റീരിയൽസിനകത്ത് പഠിക്കാനുള്ളത്. സോ ഇതുവരെയാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ്. നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തെർമൽ എഞ്ചിനീയറിംഗ്, എന്താണ് നമ്മുടെ ഫ്ലൂയിഡ് മെഷീനറിയും ഫ്ലൂയിഡ് മെക്കാനിക്സും. അടുത്ത് വരുന്നതെല്ലാം എന്താണ് നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ ടോപ്പിക്സ് ആണ്. സോ മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്ക് ഒരു പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും, പക്ഷെ എന്താണ് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഇല്ലാത്തതായിരിക്കും. അപ്പോൾ എന്താ, അതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. 40 മാർക്കിനാണുള്ളത്. പക്ഷേ നല്ല എളുപ്പമുള്ള, ഏറ്റവും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും നിങ്ങളുടെ യൂട്യൂബിലാണെങ്കിലും റിയൽ വേൾഡിലാണെങ്കിലും കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ്. കാര്യം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണക്കായിട്ടോ തിയറിറ്റിക്കലായിട്ടോ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഫ്രെയിംസ് എന്തൊക്കെയാണ്, സ്റ്റിയറിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്, സസ്പെൻഷൻ എന്തൊക്കെയാണ്, നമ്മുടെ സ്പ്രിംഗ് സസ്പെൻഷനൊക്കെ ഉണ്ടല്ലോ, സസ്പെൻഷൻ എന്തൊക്കെയാണ്, പിന്നെ ക്ലച്ചസ്, ബ്രേക്കിംഗ് സിസ്റ്റം, അതൊക്കെയാണ് എന്തുള്ളത് നമ്മുടെ ഓട്ടോമൊബൈലിലുള്ള ചേസസ് ആൻഡ് സസ്പെൻഷൻ എന്ന് പറഞ്ഞ പാർട്ടിലുള്ളത്. സ്റ്റിയറിംഗ് സിസ്റ്റത്തോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പല ലോക്കും, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ വലിയൊരു സിലബസ് തന്നെയാണ് ഓട്ടോമൊബൈൽ. മെക്കാനിക്കലിനെ അപേക്ഷിച്ച് ഓട്ടോമൊബൈലിൻ്റെ പാർട്ടിൽ ഇത്തിരി വലിയ സിലബസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തിയററ്റിക്കലായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കൂടുതൽ. പ്രോബ്ലംസിന് ഇക്വേഷനെക്കാളും കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് ഉള്ള ടോപ്പിക്കാണ് എന്തുള്ളത് നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള ഓട്ടോമൊബൈൽ പാർട്ട് എന്ന് പറയുന്നത്. സോ ട്രാൻസ്മിഷൻ ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് ഡിഫറൻഷ്യൽ ഗിയർ എന്താ, ഗിയർ ബോക്സ് എന്താ, ക്ലച്ച് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, പല ക്ലച്ചസ് ഉണ്ടല്ലോ. നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉണ്ട്, സിംഗിൾ പ്ലേറ്റ് പ്രഷർ ക്ലച്ച് ഉണ്ട്, ഫ്രിക്ഷണൽ ക്ലച്ചസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് എവിടെ യൂസ് ചെയ്യുന്നു, എന്തിന് യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, പഴയ ടൈപ്പ് ഡിഫറൻഷ്യൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. വീൽസ് ആൻഡ് ടയേഴ്സ്, പിന്നെ ഇഗ്നിഷൻ സിസ്റ്റം, സ്റ്റാർട്ടിങ് മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കാണ്. കുറച്ചും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഏതുള്ളത് നമ്മുടെ ഓട്ടോമൊബൈലുള്ളത്. അടുത്ത നമ്മുടെ മോഡേൺ ഓട്ടോമൊബൈൽ ടെക്നോളജി ആണെങ്കിലും എന്താ വേറെ നല്ല നമ്മുടെ പുതിയ കാറുകൾ, നമ്മുടെ പണ്ടത്തെ പോലെ കാർബറേറ്റർ ഒക്കെ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. സോ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. MBFE എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സെൻസേഴ്സ് ഉണ്ട്, തെർമൽ സെൻസേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗേജ് ഒക്കെ ഉണ്ട്, ഇലക്ട്രിക്കൽ ഗേജസ് ഒക്കെ ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളും എയർ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ള കാര്യം അറിയാം. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, GPS ഉണ്ട്. അങ്ങനെ നമ്മുടെ മോഡേൺ ഡെയിലി ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു കാറ് വാങ്ങിച്ചാലോ ഒരു ബൈക്ക് വാങ്ങിച്ചാലോ ഒക്കെ കാണുന്ന ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ എന്തൊക്കെയാണ്, ഹൈബ്രിഡ് വെഹിക്കിൾ എന്തൊക്കെയാണ്, ഓക്കെ ഇലക്ട്രിക് വെഹിക്കിൾ 2 തവണ പറഞ്ഞു. പിന്നെ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്തൊക്കെയാണ്, ഹൈബ്രിഡ് വെഹിക്കിൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മോഡേൺ ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താ, EGR, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, അതുപോലെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ഷനകത്ത് പഠിക്കാനുണ്ട്. നമ്മൾ ടർബോ മെക്കാനിസത്തിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാറ്റലിറ്റിക് കൺവെർട്ടേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനകത്തുള്ളത്. പക്ഷെ നല്ല
രസമാണ് വായിച്ചാൽ. അത്രയും എന്താ കാര്യം, നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് ഓക്കെ നമ്മുടെ കാറ്റലിറ്റിക് കൺവെർട്ടർ, ഹണികോംബ് ഷേപ്പ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടാവുന്ന, വായിച്ചാൽ ഭയങ്കര രസം കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതോ AMVAക്ക് പഠിക്കുന്ന ആളാണെങ്കിലും അല്ലാതെ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, വായിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് തന്നെയാണ് നമ്മുടെ സെക്ഷൻ 2 ഒരു തന്നിരിക്കുന്നത്. അതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആൻഡ് ഡ്രൈവിംഗ് റൂൾസ് എന്ന് പറയുന്നത്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. 20 മാർക്കിനാണ് ടോപ്പിക്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഒന്ന് റീകോൾ ചെയ്യുകയോ പഠിക്കുകയോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഓർമ്മ നിൽക്കുന്ന ടോപ്പിക്കാണിത്. കാരണം ഒരുപാട് നിയമങ്ങളും ലോസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം, കൺഫ്യൂഷൻ ഉണ്ടാവാം. സോ നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ലൈസൻസിങ് എങ്ങനെയാണ്, ഡ്രൈവർ ഡ്യൂട്ടീസ് എങ്ങനെയാണ്, ട്രാഫിക് റൂൾസ് എങ്ങനെയാണ്, റോഡ് സേഫ്റ്റി എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പറയുന്നുണ്ട് ലൈക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, ഓക്കെ, അതിൽ രജിസ്ട്രേഷൻ സെക്ഷൻ ഏതൊക്കെയാണ് 39, 52, 56. ട്രാഫിക് കൺട്രോൾ ഏതൊക്കെയാണ് 112 to 136 വരെയാണ് ആ സെക്ഷൻ ഉള്ളത്. ഒഫൻസസ് എന്തൊക്കെയാണ്, ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നത്, ടാക്സേഷൻ, അതുപോലെ തന്നെ പെനൽറ്റീസ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുന്നത്. ഒരു ഡെയിലി ലൈഫിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളാണ് എന്തുള്ളത് നമ്മുടെ സെക്ഷൻ 3 സോ ഇനി പറയാനുള്ളത് നമ്മുടെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ക്രിബാൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ IC എഞ്ചിൻസ് പഠിക്കാനായിട്ട് വി ഗണേശൻ്റെ IC എഞ്ചിൻസ് എന്ന് പറയുന്ന ബുക്കും ഉണ്ട്. പിന്നെ ബോഷിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ. സോ പിന്നെ ഇതൊക്കെയാണ് ഇത് ഓട്ടോമൊബൈൽ സബ്ജക്ട്സ് പഠിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ബുക്സ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലോ, മെക്കാനിക്കൽ പഠിക്കാനാണെങ്കിൽ ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. ബെൻസാളിൻ്റെ ബുക്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം, ഫ്ലൂയിഡ്സ് പഠിക്കാം, ബെൻസാൾ. അതുപോലെ തന്നെ യൂനിസെ സെങ്കലിൻ്റെ ബുക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് ഇത് പഠിക്കാൻ പറ്റും, ലൈക്ക് തെർമോഡൈനാമിക്സും തെർമലൊക്കെ പഠിക്കാൻ പറ്റും. ദയാലിൻ്റെ ബുക്ക് വെച്ചിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബുക്സ് തന്നെ, ഷിഗ്ലിയുടെ ബുക്ക് വെച്ചിട്ട് ഡിസൈൻ പഠിക്കാൻ പറ്റും. സോ അങ്ങനെ സ്റ്റാൻഡേർഡ് ബുക്സ് വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിനുള്ള സമയവും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഫോക്കസ് ചെയ്ത് ഓട്ടോമൊബൈൽ ആണ് പഠിച്ച ആൾക്കാർ മെക്കാനിക്കലിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, മെക്കാനിക്കൽ എളുപ്പമുള്ള ആൾക്കാർ ഓട്ടോമൊബൈലിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് ആദ്യമേ തുടങ്ങുക. കാരണം അവരവരുടെ വീക്കും അതുപോലെ തന്നെ സ്ട്രെങ്തും അവർക്ക് തിരിച്ചറിയാൻ അതനുസരിച്ച് പഠിക്കുക. ഡെയിലി ഫോർമുലാസ് റിവൈസ് ചെയ്യുകയും അതുപോലെ തന്നെ MV ആക്ട് സെക്ഷൻസിന് നന്നായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. MCQs പഠിക്കുക. അപ്പോൾ നമുക്കറിയാം ആകെ 2 തവണ മാത്രമേ AMVAയുടെ എക്സാം നടന്നിട്ടുള്ളൂ. സോ എവിടെ നിന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് എടുക്കാം, MCQ എടുക്കാം. ഒന്ന് നമ്മുടെ ഡിപ്ലോമയിൽ എക്സാം അല്ലേ, ഓവർസിയർ എക്സാം, അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതുപോലുള്ള എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ടർ, മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഇൻസ്ട്രക്ടർ, അവരുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സഹകാരി റേസ് പ്ലസിൽ നമ്മൾ അതിനായിട്ടുള്ള MCQസും മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ദിവസവും തയ്യാറാക്കുന്നുണ്ട്. ഡെയിലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, റിവിഷൻ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, നമ്മുടെ കൗൺസിലർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും, നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരു കാര്യം മാത്രമേ പ്രിപ്പറേഷൻ ഫേസിൽ പറയാനുള്ളൂ, നിങ്ങൾക്ക് സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കുക, അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പഠിക്കാൻ നോക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മെറ്റീരിയൽസും PYQ ആവട്ടെ, ടെക്സ്റ്റ് ബുക്സ് ആവട്ടെ, നോട്ട്സ് ആവട്ടെ, ഷോർട്ട് നോട്ട്സ് ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, റിസോഴ്സസ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് അത് തേടി നിങ്ങൾ സമയം കളയാൻ പാടില്ല. നിങ്ങൾക്ക് കറക്റ്റ് സാധനം കിട്ടണം. അതിനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മുടെ സഹകാരി റേസ് പ്ലസ് നിങ്ങൾക്ക് ഒരുക്കുന്നതാണ്. സോ ഫിസിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നിയർ വിഷൻ ആയിട്ട് 0.5, അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് വിഷൻ ആയിട്ട് 6/6. ആ ഒരു വിഷൻ ലിമിറ്റ് ഉള്ള ആൾക്കാർ നമ്മൾ സർട്ടിഫൈ ചെയ്യുക. ലൈക്ക് നമ്മുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അസിസ്റ്റൻറ്റ് സർജനായിട്ട് ലെവലിലുള്ള ഒരു തസ്തികയിലുള്ളൊരു ഒഫ്തമോളജിസ്റ്റിനെ കണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങുക. ഇവർ തന്നെ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കുക. അതാണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഏജ് പറഞ്ഞല്ലോ 21 to 36 ആണെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്
നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ബോയ്സിന് 165 ഗേൾസിന് 152 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്ലൈനുള്ള ഹൈറ്റ്. പിന്നെ ചെസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 81 സെൻറ്റിമീറ്റർ ആണ് ബോയ്സിന്. ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഗേൾസിന് ഇത് ആപ്ലിക്കബിൾ അല്ല. സോ എന്താണ്, ഗേൾസിന് ചെസ്റ്റ് സൈസ് നോക്കണ്ട, പക്ഷെ ബോയ്സിന് 81 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു സാധാരണ നോർമൽ മനുഷ്യൻ്റെ, അതായത് സാധാരണ ഇപ്പോൾ എന്നെയും നിന്നെയും പോലെയൊക്കെയുള്ള സാധാരണ ജിമ്മിലൊന്നും പോകാത്ത സാധാരണ ആയിട്ട് നിൽക്കുന്ന ഫുഡൊക്കെ കഴിച്ച് എന്താ സാധാരണ ഒരു മനുഷ്യൻ്റെ വലിപ്പമാണ് 81 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. സോ ഇത് എന്താണ്, പോലീസിനെ പോലെയോ ആർമിയെ പോലെയോ ഒന്നും വലിയ ഫിസിക്കൽ റിക്വയർമെൻറ്റ് പറയുന്ന എന്തല്ല, ഒരു ജോലിയല്ല. സോ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ജോലിക്ക് ശേഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും, 5 മാസത്തോളം ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ, നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട്, ഗവൺമെൻറ് ഒരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട്, ഒരു നല്ലൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന, നമ്മുടെ ഗവൺമെൻറ്റിനും ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവരും കരുതണം. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഇതിന് നോട്ടിഫിക്കേഷൻ മെയ് 30 വരുന്നതായിരിക്കും. അതിനകത്തായിരിക്കും സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുന്നത്. നമ്മുടെ കൺഫർമേഷൻ വന്നതിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുന്നത്. സോ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങുക. വലിയ ചേഞ്ചസ് ഒന്നും എക്സാമിന് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുകയോ ഒഴിവാക്കുകയോ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊരു വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. സോ എന്താണ്, നോട്ടിഫിക്കേഷൻ മെയ് 30 സോ എന്താണ്, നിങ്ങൾ സഹകാരി റൈസ് പ്ലസുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുക. ഈ ജോലിക്ക് വേണ്ടി എല്ലാവരും എന്താണ്, കഠിനമായിട്ട് പാഷനേറ്റായിട്ട് നിങ്ങളെല്ലാം വർക്ക് ചെയ്യുക. നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് നമ്മളിവിടെ ഉണ്ടായിരിക്കും. സഹകാരി റൈസ് പ്ലസ് ഇവിടെ ഉണ്ടായിരിക്കും. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.